നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അന്ന് എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തരമുണ്ടായിരുന്നു. കാടോ കടലോ ഇളകി വന്നാലും എനിക്കെന്റെ വിഷ്ണുവേട്ടനുണ്ടെന്നുള്ള ധൈര്യം. ആ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടെന്നുള്ള ഒരുറപ്പ്. ഇന്നെനിക്കതില്ല. കൂടെ പഠിക്കുന്ന കുട്ടിയും കൂട്ടി നാട് വിട്ടുപോയ കുഴപ്പക്കാരിയായ പ്രൈമറി സ്റ്റുഡന്റിന്റെ അച്ഛനെ കാണാൻ താല്പര്യം ഉണ്ടായിരിക്കും എല്ലാവർക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന അയാളുടെ ഉത്തരവാദിത്വമില്ലായ്മയാണല്ലോ കാര്യങ്ങൾ ഇത്രയധികം വഷളാക്കിയത്. മാത്രമല്ല, പ്രിൻസിപ്പളുടെ റൂമിൽ വെച്ച് സത്യാമ്മയെ കാണുമ്പോൾ വിഷ്ണു ഉണ്ടായിരുന്നു സത്യാമ്മയുടെ കൂടെ. അയാളുടെ കാഴ്ചപ്പാടില് ഞാൻ സത്യയുടെ അച്ഛനാണ്. അപ്പോ അവിടെ വെച്ച് എങ്ങനെ തിരുത്തി പറയും? അതൊക്കെ ശാലിനി തന്നെ ക്ലിയർ ചെയ്യുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. അല്ലാതെ ഈ ഒരു സാഹചര്യത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് കരുതിയില്ല. അച്ഛൻ വിദേശത്താണെന്നാണല്ലോ ശാലിനി സത്യമൊക്കെ സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ കൂട്ടി വായിച്ചിട്ടുണ്ടാവും എല്ലാരും. വേണോന്ന് കരുതിയിട്ടല്ല മോനെ. ആ സമയത്ത് സത്യാമ്മയുടെ മുന്നിൽ ചെന്ന് പെടണ്ട ഇവളെന്നായിരുന്നു ഞങ്ങൾക്ക്. ബുദ്ധിമോശമെന്നല്ലാതെ എന്താ പറയാ. പിന്നെ മോനെ സത്യം കൂടെ ഇവളുടെ ക്യാബിനിൽ വെച്ചേ സത്യാമ്മ കണ്ടതോടെ അവരങ്ങ് ഉറപ്പിച്ചു മോൻ ശാലിനിയുടെ ഭർത്താവും സത്യ നിങ്ങളുടെ മകളുമാണെന്ന്. ദേവേട്ടനും തേജസ്വിനിയായിട്ടുള്ള മാരേജ് നടക്കാൻ പോകുന്നതിന്റെ ത്രില്ലിലായിരുന്നു ഞങ്ങള്. അതിന്റെ ഇടയിൽ സത്യാമ്മയും വിഷ്ണുവേട്ടനും വന്നതൊന്നും അറിഞ്ഞതുപോലുമില്ല. കളക്ടറാണെങ്കിലും ഒരു കരക്കെത്താതെ കിടക്കുമായിരുന്നല്ലോ തേജസ്വിനിയുടെ ജീവിതം. ദേവേട്ടനെയും തേജസ്വിനിയും കൂട്ടിമുട്ടിച്ചതോടെ രണ്ടാൾക്കും ഒരു ലൈഫായി. അങ്ങനൊന്നും വിളിച്ചു കളയല്ലേ. ഞാനേ കളക്ടറുടെ ഭർത്താവ് അവിടെ ഇരിക്കുന്നേ. വാ ശാലിനി, നമുക്കിപ്പൊ തന്നെ പോയി സത്യാമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. ദേവേട്ട എന്താ ഈ പറയുന്നേ? രാത്രിയാണെന്നൊന്നും നോക്കണ്ട, ഇപ്പൊ തന്നെ അവിടെ പോയി കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാം. എന്തിനാ തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടിരിക്കുന്നത്? ആ തെറ്റിദ്ധാരണയൊന്നും മാറാൻ പോകുന്നില്ല ദേവേട്ട. ഈ രാത്രി സമയത്ത് ഞാൻ സൂര്യനെ പിടിച്ചുകെട്ടി പൂട്ടിക്കൊണ്ട് മുന്നിൽ കൊണ്ടുപോയി ഇട്ടുകൊടുത്താലും സത്യാമ്മ എന്നോട് ചോദിക്കും, നീ എന്തിനാ ഈ മിന്നാ മിനിങ്ങിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന്. അത്രയ്ക്ക് സത്യാമ്മയ്ക്ക് എന്നിലുള്ള വിശ്വാസം. ശാലിനി, ഞാൻ കൂടി വന്നാ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ദേവേട്ട. കുറെ കാലം ഭാര്യ ഭർത്താക്കന്മാരെ കഴിഞ്ഞ ശേഷം സത്യാമ്മയുടെ പണം ലക്ഷ്യമിട്ട് പുതിയ വേഷം കെട്ടലുമായിട്ട് ചെന്നിരിക്കുകയാണോ എന്ന് ചോദിക്കും. അത്ര തന്നെ. അതും അതിലപ്പുറവും ഞാൻ കേട്ടു. എന്തിനാ സത്യാമ്മ പറയുന്നേ? പ്രാണനായി കരുതിയിരുന്ന വിഷ്ണുവേട്ടന് പോലും ഇല്ലല്ലോ എന്നോട് വിശ്വാസം. അല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി. എനിക്കെപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ദേവേട്ട, അത് സത്യമാണെന്ന്. എന്റെ വിഷ്ണുവേട്ടന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇയാള് പറഞ്ഞത് ശരിയാ ശാലിനി, എനിക്കങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇയാള് കണ്ടതൊന്നും സത്യമല്ല. സത്യയെ സംബന്ധിച്ചുള്ള രഹസ്യം ഇയാളെ കൊണ്ട് പറയിക്കാൻ വേണ്ടി മാത്രമാ ഈ വിവാഹ നാടകം. എന്റെ ഹൃദയം അറിയുന്ന ഇയാളതറിയേണ്ടതല്ലേ. പക്ഷെ ഇയാളോട് എനിക്കത് പറയാനും പറ്റില്ലല്ലോ. ശാലിനി, ഇതിനൊരു പരിഹാരമില്ലേ?
ഇല്ല, വിഷ്ണുവേട്ടന് കൂടി വിശ്വാസം ഇല്ലാതായതോടെ എനിക്ക് എന്നിലുള്ള വിശ്വാസം തന്നെ ഇല്ലാതായി. പിന്നെങ്ങനാ എന്നെ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ലാത്ത സത്യാമ്മ വിശ്വസിക്കുന്നേ? മോളുടെ കാര്യം സത്യാമ്മയോട് പറഞ്ഞ പറ ശാലിനി, പറ, ആ രഹസ്യം എന്താണെന്ന് പറ. ഇല്ല, ആ രഹസ്യം അത് മാത്രം എനിക്ക് പറയാനാവില്ല. ശാലിനി, അക്കാര്യം എനിക്ക് പറയാനാവില്ല ദേവേട്ട, ജീവനുള്ളിടത്തോളം കാലം. എങ്കിൽ വിഷ്ണുവിനോടെങ്കിലും പറയാറുന്നില്ലേ? പറ്റില്ല. എന്റെയും തേജസ്വിനുടെയും ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായപ്പോ അതുവഴി ശാലിനിക്ക് സങ്കടമായല്ലോ എന്നാ. സാരമില്ല, ഞാൻ ദേവേട്ടനെ പരിചയപ്പെടുമ്പോഴും സത്യാമ്മയും വിഷ്ണുവേട്ടനും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എനിക്ക്. ശാലിനി അന്ന് ഒറ്റയ്ക്ക്, ഇന്ന് ഒറ്റയ്ക്ക്. പക്ഷേ അന്നത്തെ ശാലിനി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ചുണക്കുട്ടി, ഏത് പ്രതിസന്ധിയെയും പുഞ്ചിരിയോടെ നേരിടുന്നയാൾ. അന്ന് എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പുണ്ടായിരുന്നു. കാടോ കടലോ ഇളകി വന്നാലും എനിക്കെന്റെ വിഷ്ണുവേട്ടനുണ്ടെന്നുള്ള ധൈര്യം. ആ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടെന്നുള്ള ഒരുറപ്പ്. ഇന്നെനിക്കതില്ല. ഓക്കെ, ഫ്ലൈറ്റിന് സമയമായി, ഞാൻ ഇറങ്ങിക്കോട്ടെ. കല്യാണത്തിന് ഞങ്ങളെയൊക്കെ വിളിക്കുമല്ലോ അല്ലേ? അതിന് ഇനി സമയമുണ്ടല്ലോ ശാരദാമേ, വിശദമായിട്ട് എന്നെ വിളിച്ചു കളയാം. അല്ല, അടുത്ത മാസമൊന്നല്ലേ പറഞ്ഞിരുന്നത്? അതില് ചെറിയൊരു മാറ്റമുണ്ട്. തേജസ്വിനിയും ഞാനും ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. വിഷ്ണു ശാലിനിയും വീണ്ടും ഒന്നിക്കുന്നത് വരെ ഞങ്ങൾ ഒരുമിക്കുന്നില്ല എന്ന്. ഫ്രണ്ട്ഷിപ്പ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ശാലിനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.